മോർണിംഗ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതാണ് ഞാൻ കറൻ്റ്ലി താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്. ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ സൈക്കാട്രി പോസ്റ്റിംഗ് ആണ്. 8:30 എത്തിയാൽ മതി. എനിക്കിപ്പോൾ തലക്കുളത്തൂരാണ് പോസ്റ്റിംഗ്. പോസ്റ്റിംഗ് ആണ് ഗൈസ്. ഒരു 5 minutes ഡിസ്റ്റൻസ് ആണുള്ളത്. കാറിൽ പോവുകയാണെങ്കിൽ. നടന്നു വരുമ്പോൾ ഒരു 10-12 minutes ആവും. ഒരു കയറ്റമാണിത്. ഞാനും ധൻസിക്കും 8 മണിക്കാണ് ഡ്യൂട്ടി, അതുകൊണ്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കാം. കോളേജ് ഗ്രൗണ്ട് എത്തി കേട്ടോ. കുറച്ച് നടന്നിട്ടുണ്ടെങ്കിൽ കോളേജ് ഗ്രൗണ്ട് എത്തും. പക്ഷേ കോളേജ് തന്നെ ഒത്തിരി ഉള്ള കാരണം മെയിൻ ഗേറ്റ് ഒക്കെ എത്താൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. സോ സൻസി എന്നെ ഇവിടെ ഇറക്കി. ഇനി എനിക്ക് ബസ്സിൽ പോകണം. 2 ബസ് കയറിയാലാണ് നമുക്ക് തലക്കുളത്തൂർ എത്തുന്നത്. ഇപ്പോൾ എനിക്ക് കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ, അതായത് SPMൻ്റെ പോസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ബസ് കയറി, ആദ്യത്തെ ഒരു ബസ് കയറിയിട്ട് സ്റ്റാൻഡിൽ ഇറങ്ങും. പൊതുവേ രാവിലെ നമുക്ക് ബസ്സിൽ സീറ്റൊന്നും കിട്ടാറില്ല, ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഞാനിപ്പോൾ കാലിക്കറ്റ് ബസ് സ്റ്റാൻഡിലെത്തി. ഇനി ഓപ്പോസിറ്റ് സൈഡിലാണ് മറ്റേ തലക്കുളത്തൂരേക്കുള്ള ബസ് കിട്ടുക. ഒരു സൈഡിലാണ് സാധാരണ ബസ് കാണുക, പക്ഷെ ഇന്ന് ഒരു ബസ് കാണുന്നില്ല. ഇതാണ് അങ്ങോട്ട് പോകുന്ന ബസ്. മെഡിക്കൽ കോളേജ് മുതൽ ചെറുതായിട്ട് വെയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ നല്ല രീതിക്ക് വെയിലടിക്കുന്നുണ്ട്. സൈഡ് സീറ്റാണ് പൊതുവെ, കാരണം ബസ്സിൽ ആൾക്കാരൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ അവിടെ തന്നെ ഇരിക്കും. പിന്നെ വെയിലടിച്ചെങ്കിലും പോവും. ഞാൻ എല്ലാ ദിവസവും ഈ ബോർഡ് ഇങ്ങനെ വായിക്കും. വീട്ടിലേക്ക് എപ്പോഴെങ്കിലും പോകാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ. പക്ഷേ കാര്യമില്ല, നമുക്ക് ലീവേ ഇല്ല. തലക്കുളത്തൂരേക്കുള്ള ബസ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ½ an hour ഉണ്ട് അവിടെ നിന്നും യാത്ര. അപ്പോൾ ഈ ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞിട്ടൊരു 15 minutes കൂടെ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ പുഴയുണ്ട്. ഈ പുഴയും കൂടി കഴിഞ്ഞിട്ടൊരു 5 minutes യാത്രയും കൂടെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചാൽ നമ്മൾ ബസ് സ്റ്റാൻഡിലെത്തി. ഇവിടെ നിന്നൊരു 1 minute 2 minutes നടക്കാനുണ്ട്. ക്ഷേത്രത്തിൻ്റെ ബോർഡാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നു ക്ഷേത്രം ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ 1 hour യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മളിതാ തലക്കുളത്തൂർ ആരോഗ്യ കേന്ദ്രം CHCയിൽ എത്തിയിട്ടുണ്ട്. PHCയിൽ സാധാരണ വരുന്ന പേഷ്യൻസിനേക്കാളും കൂടുതലാണ് കേട്ടോ CHCയിൽ വരിക. എൻ്റെ പോസ്റ്റിംഗ് ഇവിടെ തുടങ്ങിയത് ഈ September 13-നാണ്. അന്ന് തന്നെ ഇവിടുത്തെ ഓണാഘോഷ പരിപാടിയൊക്കെ ആയിരുന്നു. കിടിലം പരിപാടിയായിരുന്നു. ഇവിടുത്തെ MOs ഒക്കെ ഭയങ്കര ചില്ലാണ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, ബേസിക് ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും അവരോട് ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ സ്നേഹത്തോടെ പറഞ്ഞു തരും. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പകുതി സമാധാനമായിരിക്കും. നമുക്ക് അത്രയ്ക്ക് ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കയറിയ പാടെ ഇവിടെ വന്ന് അറ്റൻഡൻസ് ഒക്കെ മാർക്ക് ചെയ്യണം. പിന്നെ ഇന്നത്തെ മാർക്ക് ചെയ്ത് ഓരോ സ്റ്റുഡൻസിൻ്റെ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം മേഡത്തിൻ്റെ ഓഫീസാണ്. ഇവിടെ ആയിരുന്നു ഞങ്ങൾ ഓണം സെലിബ്രേഷന് പൂക്കളൊക്കെ ഇട്ടത്. ഞാൻ വന്ന അന്ന് ഇവിടെ ഓണത്തിൻ്റെ പ്രോഗ്രാമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് പൂക്കളൊന്നും ഇടാൻ പറ്റില്ല. ഇതാ രോഹിത് കോയിച്ചസ് ആണ് ഗൈസ്. ഇതാണ് നമ്മുടെ അകത്തെ ക്ലിനിക്ക്. HSമാരെല്ലാവരും OPയിലാണ് ഇരിക്കുക റെഗുലർ ഡേയ്സിൽ. പക്ഷേ ചില സമയത്ത് ഇമ്മ്യൂണൈസേഷൻ ക്യാമ്പ് വരും. അപ്പോൾ ഇമ്മ്യൂണൈസേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ തലക്കുളത്തൂർ പഞ്ചായത്തിൻ്റെ തന്നെ കീഴിൽ കുറേ ഹോസ്പിറ്റൽസ് വരുന്നുണ്ട്. വയോജന കേന്ദ്രം, അതുപോലെ തന്നെ PHC. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പോകേണ്ട വരും. പിന്നെ പാലിയേറ്റീവ് കെയർ ഉണ്ട്, അതിന് പോകേണ്ട വരും. ആ സമയത്ത് നമുക്ക് വീടുകളിലൊക്കെ കയറിയിട്ട് ക്രിട്ടിക്കലായിട്ടുള്ള പേഷ്യൻസിനെ കാണുക, അവർക്ക് വേണ്ട മാനേജ്മെൻറ്റൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. കമ്മ്യൂണിറ്റി ഡേയ്സിൻ്റെ പോസ്റ്റിങ്സൊക്കെ എപ്പോഴും വരിക ഒരു ½ day ആണ്. ഒന്നെങ്കിൽ രാവിലെ പോവാം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം പോവാം. ഒരു 11:30 ഒക്കെ ആകുമ്പോഴത്തേന് ഞങ്ങൾ പൊതുവെ ബ്രേക്കിന് ഇറങ്ങും. അപ്പോൾ ഇവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. ഹോസ്പിറ്റൽ ബിൽഡിംഗ് ആണ് ക്യാൻറ്റീൻ. ഇത് ചെറിയ ക്യാൻറ്റീനാണ്. പക്ഷെ ഇവിടെ വന്നിരുന്ന് നമുക്ക് ചായയൊക്കെ കൊടുക്കാം കേട്ടോ. അധികം സൗകര്യങ്ങളൊന്നുമില്ല ഇവിടെ. ഈ ഒരു CHCൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തൊന്നും കടകളില്ല. റിയ വരുന്നുണ്ട് ചായ കുടിക്കാൻ. റിയ ഇപ്പോഴാണ് ഇറങ്ങിയത്. നമ്മൾ വേറെ റൂമിലായിരുന്നു. ഇതാണ് റിയയുടെ വീട് കോട്ടയത്താണ്. രോഹിതിൻ്റെ വീട് കട്ടപ്പനയിലാണ്. രണ്ടുപേരും നല്ല ചില്ലാണ് കേട്ടോ ഗൈസ്. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഒന്നുകൂടെ OP കയറി. OP കഴിഞ്ഞ് 1 മണി ആയപ്പോഴത്തേനും ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. ഒക്കെ ഇവിടെ അടുത്തൊരു ഫാർമസി ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ് ഇറങ്ങിയ ഗൈസ്. നല്ല വെയിലുണ്ട്. അപ്പം ഞങ്ങൾ 4 പേരും ബസ്സിനാണ് പോകുന്നത്. റിയയും ഋഷിക്കയും രോഹിത്തും പിന്നെ ഞാനും. സീനിയർ പാലിയേറ്റീവ് കെയറിന് പോയതായിരുന്നു. അപ്പോൾ ഈ ആംബുലൻസിലുണ്ട്. അവൾ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ട് അവൾ ഇങ്ങോട്ട് വരും.
അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറി. നല്ല വെയിലാണ്, നല്ല വെയിലെന്നൊക്കെ പറഞ്ഞു, നല്ല വെയിൽ. സത്യം പറയാലോ, പെട്ടെന്ന് വീട്ടിൽ ചെന്നിട്ടൊന്ന് എന്താ പറയുക, വെയിലിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതി. കാരണം അത്രയ്ക്ക് വെയിലാണ്. ഈ ഒരു 2 മണി 2:30 ഒക്കെ ആകുന്ന സമയത്താണല്ലോ ഇപ്പോൾ കോഴിക്കോട് ടൗണിൽ എത്തിയത്. മഴ കഴിഞ്ഞതേ ഉള്ളൂ. ആ ഒരു സമയമായപ്പോഴത്തേനും ഇങ്ങനെ വെയിലാണെങ്കിൽ എന്തായിരിക്കും പ്രാവശ്യത്തെ വേനൽക്കാലം എന്ന് എനിക്കറിയില്ല. ഈ റൂട്ടിലാണ് നമ്മൾ നടക്കുക. ഇവിടെ ഒത്തിരി മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് എനിക്ക് കോളേജിന് ഭയങ്കര ഇഷ്ടപ്പെട്ട. വെരി ലൈക്ക് എന്താ പറയുക, പ്രകൃതി രമണീയതയൊക്കെ ഉള്ള ഒരു കോളേജ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നൈസ് കോളേജാണ്. ഇപ്പോൾ സ്പെഷ്യാലിറ്റി ബ്ലോക്കാണ്, ഇത് കാഷ്വാലിറ്റി ബ്ലോക്ക്. HSQയിൽ ഞാൻ സീനിയറിൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ വരുന്നു ഗൈസ്. HSQയിൽ ഞാൻ ഇറങ്ങി കുറച്ച് നടക്കാനുണ്ടായിരുന്നു. ഞാൻ അമ്മേനെ വിളിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വീടിൻ്റെ അടുത്ത് എത്താനായി. നല്ല വെയിലാണ് കേട്ടോ. അവിടെ മുതൽ തുടങ്ങിയ വെയിലാണ്. ഞാൻ വെയിൽ കുറച്ച് കുറഞ്ഞ് കണ്ടിട്ടാണ് ഇറങ്ങിയത്, പക്ഷെ നല്ല വെയിലുണ്ടായിരുന്നു. ഞാൻ വീട്ടിലെത്തി. അതാണ് ഞങ്ങളുടെ റൂം. ഇതൊരു ടീച്ചറിൻ്റെ സാറിൻ്റെ വീടാണ്. ഇവിടെ മന്ത്ലി ഞങ്ങൾ 4000 ആണ് പേ ചെയ്യുന്നത്. പിന്നെ ഇലക്ട്രിക് ബിൽസ് ഒക്കെ ഉണ്ട്. പിന്നെ ഫുഡ് ഞങ്ങൾ പുറത്തുനിന്നാണ് കഴിക്കാറ്. നല്ല രസത്തിൽ കുറേ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. തൻസി മിക്കവാറും വീട്ടിലുണ്ടായിരിക്കും. കാരണം തൻസിക്ക് ഇപ്പോൾ സൈക്കാട്രിക് പോസ്റ്റിംഗ് ആണ്. നാളെ മുതൽ തൻസിക്ക് എന്താ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാണ്. തൻസി ഇപ്പോൾ എന്താ ഇത്ര ലേറ്റ് ആയെന്ന് എനിക്കറിയില്ല. മേ ബി ലാസ്റ്റ് ഡേ ഓഫ് പോസ്റ്റിംഗ് ആയിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും. ഞാൻ വന്നപ്പോഴും ശ്രദ്ധിച്ചില്ലല്ലേ, തൻസിൻ്റെ കാർ അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ വെയിലടിച്ച് വെയിലടിക്കാൻ വേണ്ടിയാണോ ഞാൻ ഇത്ര യാത്ര ചെയ്യുന്നത്. 1 hour ഓഫ് യാത്രയുണ്ട്. കാര്യം പറഞ്ഞാൽ 8 മണിക്ക് ഇറങ്ങിയാൽ ഒരു 8:55 ഒക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ ഹോസ്പിറ്റലിലെത്തും, CHSയിൽ. നല്ല വെയിലാണ്. ഇപ്പോൾ നാപ്പ് എടുക്കേണ്ടി വരും, കാരണം വെയിലൊക്കെ അടിച്ചു വരുന്ന കാരണം ഭയങ്കര ടയർഡാണ്. ഫുഡ് ഞാൻ HSQയിൽ നിന്ന് കഴിച്ചത് കൊണ്ട് ഇന്ന് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ ഈ വ്ളോഗ്. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.